ഇതിന് ഇപ്പോൾ റേറ്റ് വരുന്നത് 1500 ആണ്. നല്ല രീതിയിൽ നമ്മളുമായിട്ട് ഇണങ്ങുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് പെയർ 500 രൂപ റേറ്റ് വരും. അതേസമയം നമ്മളതിൽ നോർമൽ ബില്ലുമുളിയുണ്ട്, അതിൻ്റെ റേറ്റ് പെയർ 30 റുപ്പീസേ വരും. ഇത്രത്തോളം ഫോൺ അഡിക്ഷൻ കുട്ടികളുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോൺ അഡിക്ഷനിൽ നിന്നും മറ്റ് പല കാര്യങ്ങളിലോട്ടും കുട്ടികൾ പോകുന്നതിന് പകരം അവർക്കൊരു വളരെ ഒരു കൗതുകമായിരിക്കും ഈ ഒരു വെറൈറ്റി. സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഉപാധിയാണ് വീട്ടിലൊരു ടാങ്ക് ചെയ്യുക. എല്ലാ വീടുകളിലും ടാങ്ക് ഉണ്ടാവും. അതിലൊരു 50% മാത്രമേ മീൻ കിടക്കും. ഞാനും ഇവിടെ ഒരു 2 രൂപയുടെ ഒരു മീൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എൻ്റെ മാർജിൻ ഞാൻ അതിൽ ഈടാക്കിയിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, സെയിൽ ചെയ്യുള്ളൂ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇപ്പോൾ? നല്ല രീതിയിൽ പോകുന്നു. നമ്മൾ കണ്ടിട്ട് തന്നെ കുറേ വർഷങ്ങളായെന്ന് തോന്നുന്നല്ലേ. ഇപ്പം ഏതൊക്കെ പുതിയ ഐറ്റംസ് വല്ലതും വന്നിട്ടുണ്ടോ? പുതിയ ഐറ്റംസ് ഇപ്പം മാർക്കറ്റിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് മാറുന്നതനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ബെൽമുളിയൊക്കെ അത്യാവശ്യം നല്ല സ്റ്റോക്ക് വരുന്നുണ്ട്. നോർമൽ ബെൽമുളിയാണ് സാധാരണ രീതിയിൽ ആൾക്കാർ കണ്ട് ശീലിച്ചിട്ടുള്ളത്. അവർക്കൊരു പ്രത്യേക എന്താ പറയുക, അവർക്കൊരു വളരെ ഒരു കൗതുകമായിരിക്കും ഈ ഒരു വെറൈറ്റീസ്. പിന്നെ ഈ പറയുന്ന പോലെ ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ അനുസരിച്ചുള്ള റേറ്റും വരും. അതിൽ ഒരു സ്ട്രെയിനാണിത്, പ്ലാറ്റിനം ബെൽമുളിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് പെയർ 400 രൂപ റേറ്റ് വരും. കണ്ണ് ബ്ലൂ ആയി വരുന്നതാണ്. നമുക്ക് വീഡിയോയിൽ ടോപ്പ് വ്യൂവിൽ കുറച്ചുകൂടി ഭംഗി വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇമ്പോർട്ടൻ്റ് ബെൽമുളീസിൽ ഒരു വെറൈറ്റീസ് ഇതാണ് സ്പോട്ടർ ടൈപ്പ് വരുന്നത്. ഇത് അതിനെക്കാട്ടിയും കുറച്ചുകൂടി മെച്ചുവർ ടൈപ്പാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് പെയർ 500 രൂപ റേറ്റ് വരും. അതേസമയം നമ്മളതിൽ നോർമൽ ബെൽമുളിയുണ്ട്, അതിൻ്റെ റേറ്റ് പെയർ 30 റുപ്പീസേ വരുള്ളൂ. അങ്ങനെ സൈസ് റേറ്റ് വ്യത്യാസം ഉണ്ടാകും. ഈ ട്രെൻഡിനനുസരിച്ചുള്ള പ്രൈസിൻ്റെ വ്യത്യാസമാണ്. അതിപ്പോൾ ഈ പഴയ നമുക്ക് ഉണ്ടായിരുന്ന സാധനങ്ങളില്ലേ? ഇല്ല, അങ്ങനെയല്ല. ഇപ്പം ട്രെൻഡിന് പ്രൈസ് ചേഞ്ചസ് ഇപ്പം എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. പെട്രോളിന് ഉൾപ്പെടെ വില കൂടുന്നതനുസരിച്ച് ഷിപ്പിംഗ് കോസ്റ്റിലൊക്കെ വില ചേഞ്ചസ് വന്നിട്ടുള്ളതുകൊണ്ട് എല്ലാ സാധനത്തിനും നമ്മളൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക 2 രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ചെറിയ ഗോൾഡൊക്കെ ഇപ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. 3 രൂപ 4 രൂപ 10% സ്റ്റോക്കുള്ള 4 രൂപയുടെയൊക്കെയാണ്. സൈസ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. സാധനത്തിന് റേറ്റ് മാറിയില്ല എന്നുണ്ടെങ്കിലും ഷിപ്പിംഗ് കോസ്റ്റിന് നല്ല ചേഞ്ച് ഉണ്ട്. അത് നമുക്ക് ഈ മീനിൽ നമുക്കത് ആഡ് ചെയ്ത് ചെയ്യാനേ വഴിയുള്ളൂ. ആൾക്കാർക്കൊരു അതിശയമാണ് മോളീസിനും ഇത്രയും റേറ്റ് വരുന്നുണ്ടെന്ന്. പണ്ട് ഗപ്പീസിൻ്റെ ആയിരുന്നു ആ ഒരു എന്താ പറയുക, ആ ഒരു ചേഞ്ച്. സാധാരണ എല്ലാവരും ഈ തോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ കൂത്താടി കഴിക്കാൻ വേണ്ടി ഇടുന്ന ഗപ്പീസ് നിന്ന് മാറി നമ്മൾ ഹൈബ്രിഡ് ഗപ്പീസ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടോ ഗപ്പീസിനൊക്കെ ഇത്രയും വിലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം മോളീസിലും എല്ലാവരും ചോദിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ബെൽമോളി ഒരു 30 മുതൽ 50 റേഞ്ചിൽ കിടന്ന ബെൽമോളി നോർമൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനത്തിന് ഒരു 500-600 രൂപയൊക്കെ റേറ്റ് വരുമ്പോൾ എത്രത്തോളം വില അതിനുണ്ടോ എന്നുള്ള ഒരു അതിശയോക്തി അതിലുണ്ട്. എല്ലാവരും അങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ അറിയുന്നവർക്കറിയാം. ഈ ഗപ്പിയുടെ ഡിമാൻഡ് ഇപ്പോൾ എങ്ങനെയുണ്ട്? പഴയ പോലെ ഉണ്ടോ? സ്റ്റേബിളാണ്. അങ്ങനെ ഈ പറയുന്ന പോലെ ഈ അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാകും. ഈ പറയുന്ന ഒരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് ഒരുപാട് പ്രൊഡക്ഷൻ വരാം, അല്ലെങ്കിൽ ഒരു സ്ട്രെയിന് ഒരുപാട് പ്രൊഡക്ഷൻ വരാം. പലരും പറയുന്നത് മാർക്കറ്റ് ഇടിഞ്ഞു അല്ലെങ്കിൽ ഈ സെയിൽ ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിനോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഈ ആൾക്കാർ മാറുന്നതനുസരിച്ച് മാറാത്തത് കൊണ്ടാണ്. സെയിം സ്ട്രെയിൻ പണ്ടേ നമ്മൾ ചെയ്യുന്ന സ്ട്രെയിനേ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രെയിൻ എല്ലായിടത്തും അവൈലബിലിറ്റി ആകുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ മാർക്കറ്റ് കുറയും. ഏത് സാധനത്തിനും ഡിമാൻഡ് ഉള്ളതിന് മാത്രമേ മാർക്കറ്റ് വരുള്ളൂ. ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ട് കോമൺ ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അതിന് വില ക്രമാതീതമായിട്ട് കുറയും. നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് മാറുന്നതനുസരിച്ച് പുതിയ സ്ട്രെയിൻ മാർക്കറ്റിൽ വരുന്നതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് വരണം. മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റം നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ മാറ്റം നമ്മളെ കടന്നു പോകുമെന്ന് പറയുന്ന പോലെ നമ്മളും ചേഞ്ചസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിപ്പോകും. അല്ല, പുതിയ ആൾക്കാർ കടന്നു വരുന്നുണ്ടോ? ഇപ്പോൾ മീൻ വളർത്തുന്ന പഴയ ഒരുപാട് പുതിയ ആൾക്കാർ കടന്നു വരുന്നുണ്ട്. ഈ പുതുതായിട്ട് കടന്നു വരുന്നവർ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഫീൽഡ് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവർ, പാഷൻ്റെ പുറത്ത് വരുന്ന കുറേ ആൾക്കാരുണ്ട്, സീസൺ ബേസ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇതിനെ പഠിച്ചിറങ്ങി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന 3 ഘട്ടത്തിലുള്ള ആൾക്കാരെയും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. മീൻസ് ഒന്നും അറിയാത്ത രീതിയിൽ, ഒന്നും അറിയില്ലെങ്കിലും ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാർ, അവരെ നമുക്ക് ഒരുവിധം എഡ്യൂക്കേറ്റ് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളും കൊടുത്തെടുക്കാം. മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത് ഇതിനൊരു ബിസിനസ് തന്നെയാണ്. ഞാനും ആക്ച്വലി ബിസിനസ് തന്നെയാണ്. ഞാനും ഇവിടെ ഒരു 2 രൂപയുടെ ഒരു മീൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എൻ്റെ മാർജിൻ ഞാൻ അതിൽ ഈടാക്കിയിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, സെയിൽ ചെയ്യുള്ളൂ. അല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാൻ നമുക്ക് സർവൈവ് ചെയ്യണമല്ലോ. ഈ പാഷൻ അല്ലെങ്കിൽ പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ബിസിനസ് മൈൻഡ് കണ്ടേ പറ്റുള്ളൂ. പക്ഷേ ഇത് പക്ക രീതിയിലൊരു ബിസിനസ്സിനോട് ഒരു പാഷനും ഇല്ലാതെ നമുക്കിപ്പോൾ ഒരു കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഇത്ര ദിവസത്തിനകത്ത് റിട്ടേൺ വരണം എന്ന ഒരു ചിന്താഗതിയിൽ ചെയ്യുന്നവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് പറ്റും, ഇത് ഫ്ലോപ്പായി പോകും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അത് ഇതല്ല ഏത് കാര്യവും, ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ അറിയുന്നവർ പറയുന്നത് ഫുള്ളായിട്ട് നമ്മളത് ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള പാളിച്ചകളുണ്ടാകും. അപ്പോൾ സ്വയം ഇതിലേക്ക് ഇറങ്ങുന്നവർ മാക്സിമം ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, പഠിക്കാനുള്ള സാവകാശം കൊടുക്കുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റൂ, ഫീൽഡിൽ പിടിച്ച് ജയിക്കാൻ പറ്റുള്ളൂ. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ഒറ്റ അടിക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, സക്സസ് ആകുക എന്ന് പറയാൻ പറ്റില്ല. പയ്യെ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. പലരും
ഷോപ്പിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം, പലരും പറയുന്നുണ്ട് മുടിക്കിനകത്താണ്, എങ്ങനെ സർവ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ടോ, കച്ചവടം ഉണ്ടോ എന്നുള്ള ആൾ പലരുടെയും ഡൗട്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇത് ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് നമുക്ക് നാളെ മുതൽ ഷോപ്പ് തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല എൻ്റെ സ്ഥാപനം. ഇതൊരു വർഷങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. മാഷി എന്നെ വീഡിയോ എടുത്ത ശേഷം 4 വർഷത്തിന് മുകളിലായി. അപ്പോൾ ഒരു വർഷങ്ങളുടെ എഫോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ സർവ് ചെയ്യുള്ളൂ. ഒരു കട ഒരു സ്ഥലത്തുണ്ട് എന്ന് ആൾക്കാർ അറിഞ്ഞ് വരാൻ തന്നെ കുറഞ്ഞത് നല്ലൊരു ടൈം എടുക്കും. അപ്പോൾ അവിടെ നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുകയും വരുന്നവരെ രണ്ടാമത് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആക്കി എടുത്താൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതേപോലത്തെ കുറേ കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പല ട്രെയിനിങ്ങും പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതേപോലുള്ള പ്രൊജക്റ്റുകൾ എന്തെങ്കിലും റണ്ണിങ് ആണോ എന്നൊക്കെ നോക്കുക. അങ്ങനെ ഒരു സ്ലോ പ്രോസസ്സിലൂടെ ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ ഈ വീട്ടിലൊക്കെ ബാക്ക് യാർഡ് ഫിഷ് ഫാമിംഗ് എന്നുള്ള രീതിയിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിൽ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല. വളരെ നമ്മുടെ കയ്യിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു അക്വാകൾച്ചർ ഫാമിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ വളരെ ചെറിയ രീതിയിലും തുടങ്ങാം, വലിയ രീതിയിലും തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്യുക. ചിലവർക്ക് അത് ക്ലിക്കാവും. അതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് വരിക. അതേപോലെ തന്നെയാണ് ഇപ്പം വീട്ടിൽ മീൻ വളർത്താൻ ആഗ്രഹിക്കുന്നവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളിപ്പോൾ ഒരു വലിയൊരു ടാങ്ക് എവിടെയെങ്കിലും കണ്ട് ഇൻസ്പയർ ആയിട്ട് വീട്ടിൽ കൊള്ളാത്ത രീതിയിലുള്ള വലിയ ടാങ്ക് ചെയ്യുന്നതിന് പകരം ആദ്യം എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങൾക്കൊക്കെ അവർക്കൊന്നൊരു എൻഗേജ്ഡ് ആവാൻ വേണ്ടി വളരെ ചെറിയൊരു ടാങ്ക് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള കുഞ്ഞ് ടാങ്കുകൾ സെറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇപ്പം പ്ലാസ്റ്റിക് ടൈപ്പ് വരുന്ന ബൗൾസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടും. കുഞ്ഞ് മീനിനെയൊക്കെ ഇട്ട് അവരത് ഫീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവരെയും കൂടെ ഇതിൽ എൻഗേജ് ചെയ്യിപ്പിച്ച് ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവന്ന ശേഷം ഭാവിയിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും ടാങ്ക് ഉണ്ടാകും. അതിലൊരു 50% മാത്രമേ മീൻ കിടപ്പുള്ളൂ. ബാക്കിയുള്ള 50%ഉം ഒന്നേ കമത്തി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആൽഗി പിടിച്ച് ശ്രദ്ധിക്കാതെ അങ്ങനെ കിടക്കുകയായിരിക്കും. അപ്പോൾ വീട്ടിലൊരു ടാങ്ക് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ലക്ക് കൊണ്ടുവരും എന്നുള്ള ഫിഞ്ചി കോൺസെപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ടാങ്ക് സെറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്. കാണാനും നല്ല ഭംഗിയല്ലേ, കാണാൻ ഭംഗിയാണ്. അതാണല്ലോ യാന്ത്രികമല്ലല്ലോ ഇവരുടെ മൂവ്മെന്റ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിലാക്സേഷൻ കിട്ടും. ഈ പബ്ലിക് പ്ലേസുകളിലെല്ലാം ഈ ടാങ്കിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുന്നിടത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒന്ന് സ്ട്രെസ് റിലീഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം IT മേഖലയിലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ ജോബിലും സ്ട്രെസ് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ IT ആണെങ്കിൽ ഏത് വർക്കിന് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു സ്ട്രെസ് ഉണ്ടാകും. ആ സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഉപാധിയാണ് വീട്ടിലൊരു ടാങ്ക് ചെയ്യുക, പ്രകൃതിയോടൊരു ഇണക്കം ഉണ്ടാകുക. അപ്പോൾ യൂണിറ്റി ഉണ്ടാകും. ഇപ്പം പലപ്പോഴും പല റീൽസിലും കണ്ടിട്ടില്ലേ, വൈഫ് ഓഫ് ചെയ്യുമ്പോഴാണ് വീട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത്. ആ ലെവലിൽ വീട്ടിലുള്ളവർ പോലും ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലോട്ടാണ് കടന്നു വരുന്നത്. അപ്പം ഇപ്പോൾ വീട്ടിലൊരു ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു വാട്ടർ ചേഞ്ചിൻ്റെ കാര്യവും ബാക്കിയൊക്കെ പറഞ്ഞ് കുറച്ചുകൂടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അടുത്ത ഇടപഴകാനും അവർക്കൊരു താല്പര്യം ഉണ്ടാവും, ഇതിനൊക്കെ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാകും. ഇതിനുള്ള ഒരു ഏറ്റവും വലിയ ഗുണം ഈ പറയുന്ന സ്ട്രെസ് റിലീഫാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ പലരും പലതരത്തിലുള്ള നെഗറ്റീവുകൾ പറയാറുണ്ട്. പക്ഷേ ഫോൺ അഡിക്ഷനിൽ നിന്നും മറ്റ് പല കാര്യങ്ങളിലോട്ടും കുട്ടികൾ പോകുന്നതിന് പകരം ഇതേപോലെ നമ്മൾ നാച്ചുറലായിട്ട് ഇണങ്ങത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വളരെയധികം ആക്റ്റീവാകും. അവരുടെ ഇമാജിനേഷൻ പവറും ബാക്കി കാര്യങ്ങളെല്ലാം വളരെ കൂടുതലായിട്ട് വരും. അത് വളരെയധികം നല്ലതാണ്. നല്ലൊരു കാര്യം, ഇമ്പോർട്ടൻസ് ഉള്ള ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഫോൺ അഡിക്ഷൻ അത്യാവശ്യം ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന പോലെ ഒരു ആന എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ ഈ പറയുന്ന അതിൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ആവും നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഫോണിൽ കാണുന്ന പച്ച കളർ ആനയായിരിക്കും കുഞ്ഞിൻ്റെ മനസ്സിലോട്ട് വരുന്നത്. കാരണം അത്രത്തോളം ഫോൺ അഡിക്ഷൻ കുട്ടികളുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യമേ നമ്മൾ ഇതേപോലെയുള്ള ചെറിയ രീതിയിലുള്ള കുട്ടികളുടെ ഈ ആക്ടിവിറ്റീസിൽ ഇതേപോലെ നാച്ചുറലായിട്ട് ഇണങ്ങത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഈ ഹോബി മറ്റു ഹോബികളിൽ നിന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോബി കൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ പലരും എന്ത് ചെയ്യുക, ഈ അണുകുടുംബം മാറി കൂട്ടുകുടുംബം മാറി അണുകുടുംബത്തിലോട്ടായപ്പോൾ പലരും ഫ്ലാറ്റിലെ ജീവിതങ്ങളാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, മറ്റ് പെറ്റ്സിനെ നമുക്ക് അലോ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു ഡോഗ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാറ്റ് ആണെങ്കിലോ ബേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരുപാട് പേർക്ക് അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഡോഗ് തന്നെ ആണെങ്കിൽ പോലും എന്ത് ചെയ്യുക, കുറച്ച് ദിവസത്തേക്ക് മാത്രമേ അതിൻ്റെ ഒരു കളിപ്രായം മാറുന്നവരെ മാത്രമേ കുട്ടികളുടെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഇതിനൊരു ബാധ്യതയായിട്ട് തന്നെ മാറുന്ന പല കേസുകളുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂസും വേറെ പല കാര്യങ്ങളുണ്ട്. ബേർഡ്സ് ആണ് കുരയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ സൗണ്ട്സും പിന്നെ ഡസ്റ്റ് അലർജി, അങ്ങനെ ഒരുപാട് ടൈപ്പ് പ്രോബ്ലങ്ങൾ എന്ത് ചെയ്യുക
മറ്റ് പെറ്റ്സിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ഫിഷിൽ വരുമ്പം ഇതൊരു ക്ലോസ്ഡ് സർക്കിളിൽ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ അസുഖങ്ങളോ വേറെ കാര്യങ്ങളോ നമുക്ക് സ്പ്രെഡ് ആവുന്ന കാര്യങ്ങളോ അതൊക്കെ വളരെ കുറവായിരിക്കും. നമുക്കിപ്പോൾ ഒരു ദിവസം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു ഓട്ടോമാറ്റിക് ഫീഡർ സെറ്റ് ചെയ്താലും നമുക്ക് എവിടെയെങ്കിലും യാത്രയ്ക്കോ വേറെ കാര്യങ്ങളോ ബുദ്ധിമുട്ട് വരില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മറ്റ് പെറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഹോബികളിൽ നിന്ന് അക്വാകൾച്ചറിന് അങ്ങനെ ഒരുപാട് ഹോബികളുണ്ട്. ഇപ്പോൾ പല IT മേഖലകളിലും അവരുടെ ക്യാബിനിൽ ഒരു ചെറിയൊരു സ്പേസ് തന്നെ കൊടുക്കുന്നുണ്ട്. ടാങ്ക് വയ്ക്കത്തക്ക രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെടി വളർത്തത്തക്ക രീതിയിലോ അങ്ങനെ എന്ത് ചെയ്യുക അവരെ ഒരു റിലാക്സ് ചെയ്യിപ്പിക്കത്തക്ക രീതിയിലുള്ള പല ഓപ്ഷൻസും അവർ കാണുന്നു. കാരണം അതൊരു പ്രൊഡക്ടിവിറ്റി കൂടും. അവരെന്ത് ചെയ്യുക കൂടുതൽ ടൈം അതിൽ സ്പെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫ്ലോറോൺ നമ്മളൊരു ഫിഞ്ചി കോൺസെപ്റ്റിലൊക്കെ വരുന്നതാണ്. വളർത്തിയാൽ ഭാഗ്യം കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന ഒരു സ്പീഷീസാണ്. ഇതൊരു മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹമ്പ് തലയിൽ ഇങ്ങനെ ഹമ്പ് വരും. മെയിലിന് മാത്രമേ ഹമ്പ് ഉണ്ടാവുള്ളൂ, ഫീമെയിലിന് ഹമ്പ് ഉണ്ടാവില്ല. എല്ലാ സ്പീഷീസിലും മെയിലിനാണ് ഭംഗി കൂടുതൽ. മനുഷ്യരിലുൾപ്പെടെ എല്ലാവർക്കും മെയിലിനാണ് ഭംഗി കൂടുതൽ. ഒറ്റയ്ക്ക് ഇടാൻ പറ്റുന്ന വെറൈറ്റീസാണ്. ബാക്കി മെയിൻ്റെ കൂടെ ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ബാക്കി മെയിൻ്റെ കൂടെ ഇട്ട് വളർത്തുന്നവരുണ്ടായിരിക്കും. ഇതിൽ ഷോർട്ട് ബോഡി ആയിട്ട് വരുന്ന മെയിലാണ്. ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് സൈസ് അനുസരിച്ചിട്ടും ക്വാളിറ്റി അനുസരിച്ചും റേറ്റ് വരുന്നത് 1000 to 1500 ആണ് ഒരു ഓവറോൾ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിനിപ്പോൾ റേറ്റ് വരുന്നത് 1500 ആണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ലൈവാണ് ഫീഡ് എടുക്കുന്നത്. ജീവനുള്ള കുഞ്ഞു മീനുകൾ എടുക്കും, പെലക്റ്റീവ് എടുക്കും. ഫീഡൊക്കെ കൺട്രോൾ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉള്ള ഒരു വെറൈറ്റിയാണ്. ബട്ട് നല്ല രീതിയിൽ നമ്മളുമായിട്ട് ഇണങ്ങുന്ന ഒരു വെറൈറ്റിയാണ്.